വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെജ് ഫ്രൈഡ് റൈസും അതിൻ്റെ സൈഡായിട്ട് ചിക്കൻ മഞ്ചൂരിയനും ആണ്. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 കപ്പ് അരി ഒരു ബൗളിലേക്ക് ഇടുകയാണ്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി 1 മണിക്കൂർ ടൈമില്ല, അരമണിക്കൂർ എന്തായാലും വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം അതൊന്ന് വാർത്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഓയിലും കൂടി ചേർത്ത് കേട്ടോ. ഇനി ആ ഊറ്റി മാറ്റി വെച്ച അരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക, തിളപ്പിക്കുക നന്നായിട്ട്. അരി ഇട്ട് കൊടുത്ത് കണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാം ഞാൻ ചട്ടിയുടെ അടിയിലൊക്കെ പോയിട്ട് പിടിക്കാൻ സാധ്യത, അതിലാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ റൈസ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു 90% വേവാകുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ടതൊരു വേറെ പാത്രത്തിലേക്ക് ഊറ്റി മാറ്റിയെടുക്കുകയാണ്. നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം ഈ റൈസ് ഒരു വലിയ പാത്രത്തിലേക്ക് കനം കുറച്ച് നിരത്തി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചൂടാറി കിട്ടണം, അതിനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ആ ചൂടൊക്കെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാലും മതി, വേഗം തണുത്ത് കിട്ടും. ഇപ്പോൾ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മഞ്ചൂരിയൻ തയ്യാറാക്കിയെടുക്കാം. അതിന് ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഷെസ്വാൻ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ കോൺഫ്ലവർ ഒരു 6 ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ ഉപ്പ്, ഷെസ്വാൻ സോസും കോൺഫ്ലവറും മാത്രം ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഞാനപ്പോൾ അതിലേക്ക് അല്പം മൈദയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്താണ്. പിന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ ചൂടായ എണ്ണയിലിട്ടിട്ട് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓരോരോ പീസ് എടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഓരോ പീസ് വേറെ വേറെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അധികം ക്രിപ്സി ആവേണ്ട, അതിന് മുമ്പ് തന്നെ ഒന്ന് കോരി മാറ്റാം. ചിക്കൻ പീസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ ഒരു ടൈമിൽ എണ്ണയിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുക. ചിക്കനൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂണ്, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂണ്, ക്യാപ്സിക്കം പിന്നെ 1 ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ, അതൊരു 200 ഗ്രാം 2 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഒണിയനും എടുത്തിട്ടുണ്ട്. ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ എണ്ണയിൽ നിന്ന് എണ്ണ ചേർത്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിലേക്ക് അതൊന്ന് വാടി വരുമ്പോൾ സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസും 2 ടേബിൾ സ്പൂണും സോയ സോസ് ഡാർക്ക് സോയ സോസാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്തുകൊണ്ടോ. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ചേർത്ത് അധികം വാടണ്ട, ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ, അതിനാണ്. പിന്നെ അതിലേക്ക് കുറച്ച്
മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വിനെഗർ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഗ്രേവി ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം അല്പം കുരുമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒരു 2 മിനിറ്റോളം, ഏകദേശം 2 മിനിറ്റോളം ഒന്ന് തിളക്കട്ടെ. ആ കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, അതുവരെ അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനൊരു വലിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞത്, അതൊരു 1/4 കപ്പ്. പിന്നെ സെലറി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ്, അതൊരു 10 ബീൻസ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു ക്യാരറ്റ്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ, കാരണം റൈസ് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ചതാണ്. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വരുന്ന സമയത്ത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടി ചേർത്ത് അതൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇനി നമുക്ക് സോസ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തത്. റെഡ് കളർ ചില്ലി സോസ് 1 ടേബിൾ സ്പൂണും ഗ്രീൻ കളർ ചില്ലി സോസ് 1 ടേബിൾ സ്പൂണും, അങ്ങനെ 2 ടേബിൾ സ്പൂണ് ചില്ലി സോസും, ഒരു 1.5 ടീസ്പൂണ് സോയ സോസ്. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്നല്ലോ, ആ റൈസ് അതിൽ നിന്നൊരു പകുതി ചേർത്ത് കൊടുത്തിട്ട് ഇതതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി റൈസും കൂടി ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വീഡിയോ കാണുന്നവരൊക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെ നമ്മൾ റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കുരുമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് തയ്യാറായി. ചിക്കൻ മഞ്ചൂരിയനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.